Welcome to our YouTube channel. Happy Easter. Happy Easter. Happy Easter. ഇന്നത്തെ ഈസ്റ്റർ ആയിട്ട് നമ്മളൊരു സ്പെഷ്യൽ ഡെസേർട്ട് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടല്ലേ? ആദ്യമായിട്ട് നമ്മൾ കുക്കിംഗ് വീഡിയോ ചെയ്യുന്നത്. സ്പെഷ്യൽ ഡെസേർട്ട് എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട് ഡെസേർട്ട് ആണ്. ഫ്രൂട്ട് ഡെസേർട്ട് ആണ്. അതിന്റെ ഏറ്റവും അടിപൊളി കാര്യം എന്ന് വെച്ചാൽ ഈ ഡെസേർട്ട് നമ്മൾ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. ഈ വീഡിയോ എടുക്കുമ്പോഴാണ് നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത്. ഇത് ട്രയൽ ചെയ്ത് ഓക്കെ ഇത് നല്ലതാണെന്ന് കണ്ടിട്ടൊന്നല്ല, നമ്മൾ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നതും ഈ വീഡിയോ എടുക്കുന്നതും ഒരേ സമയം. അതെ, നമ്മൾ ഇൻഗ്രീഡിയൻസ് നോക്കി കണ്ടപ്പോൾ നല്ല രസം തോന്നി. ആൻഡ് വി ആർ ജസ്റ്റ് ട്രൈ. ആൻഡ് വാട്ട് എ ബ്യൂട്ടിഫുൾ ടൈം ടു ട്രൈ ഔട്ട് എ ഡെസേർട്ട്. ഇറ്റ്സ് ഈസ്റ്റർ. സോ എന്തായാലും നിങ്ങളും ട്രൈ ചെയ്യുമെന്ന് ഉള്ള ഒരു പ്രതീക്ഷയോടെ ഞങ്ങൾ മുന്നോട്ട് പോവാണ്. ഓക്കെ. സോ നമുക്ക് ആദ്യം തന്നെ എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് എന്ന് നമുക്ക് നോക്കാം. സോ നമ്മൾ എടുത്തിരിക്കുന്ന കുറച്ച് ഫ്രൂട്ട്സ് ആണ്. അനാറുണ്ട്, മാംഗോ ഉണ്ട്, ആപ്പിൾ, ഗ്രേപ്സ്, സ്ട്രോബെറി, പിന്നെ ഒരു ഏകദേശം ഒരു 200 ഗ്രാംസ് ചോക്ലേറ്റ് എടുക്കാം. ഫ്രൂട്ട്സ് ഇഷ്ടമുള്ള പോലെ അത്ര കേട്ടോ. പിന്നെ ഒരു എഗ്ഗിന്റെ ശരിക്കും യോക്ക് മാത്രം നമുക്ക് ആവശ്യമുള്ളൂ, അത് നമ്മൾ ലേറ്റർ ഓൺ നമുക്ക് കാണിക്കാം. പിന്നെ ഇത് ക്രീം ചീസ് ആണ്, ഒരു 400 ഗ്രാംസ് ക്രീം ചീസ്. പിന്നെ ഇത് കണ്ടൻസ്ഡ് മിൽക്ക്, ഇതും ഒരു 400 ഗ്രാംസ് കണ്ടൻസ്ഡ് മിൽക്ക്. പിന്നെ ഒരു ഇത്തിരി വാനില എസൻസ്. ഇതൊക്കെയാണ് ബേസിക്കലി ഇൻഗ്രീഡിയൻസ് ആയിട്ട് നമുക്ക് ആവശ്യമുള്ളത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫ്രൂട്ട്സ് കട്ട് ചെയ്യുന്ന പരിപാടിയാണ്. നമുക്കപ്പം ആദ്യം സ്ട്രോബെറി കട്ട് ചെയ്യാം. ഓക്കെ. അപ്പോൾ നമ്മളുടെ കട്ട് ചെയ്ത ഫ്രൂട്ട്സ് ഇവിടെ റെഡിയാണ്. ഈ പറഞ്ഞ പോലെ ആപ്പിൾ, പോമോഗ്രാനറ്റ്, ഗ്രേപ്സ്, സ്ട്രോബെറി, മാങ്ങ, പിന്നെ വീട്ടിൽ ഓൾറെഡി ഉണ്ടായിരുന്നു കുറച്ച് പൈനാപ്പിൾ. അപ്പോൾ നമ്മുടെ ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഇനി ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാനാണുള്ളത്. അപ്പം ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ചോക്ലേറ്റ് കട്ട് ചെയ്യാം. ഓക്കെ. ഇത് ചൂടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആക്ച്വലി ഒരു സ്റ്റീൽ പാത്രത്തിലേക്ക് ഇടാണ്. ഇത് നമ്മൾ ആക്ച്വലി ഇനി ഡബിൾ ബോയിൽ ചെയ്യാനാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഞങ്ങൾ ചെറുതായിട്ട് ഞങ്ങളുടെ പ്ലാൻ ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഞങ്ങൾ മൈക്രോവേവിൽ മെൽറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ചോക്ലേറ്റ്. അപ്പോൾ ലെറ്റ്സ് വെയിറ്റ് ഫോർ ദ മെൽറ്റഡ് ചോക്ലേറ്റ്. ഓക്കെ. സോ നമ്മൾ അടുത്തതായിട്ട് നമ്മുടെ മെയിൻ ക്രീം ചീസും കണ്ടൻസ്ഡ് മിൽക്കിന്റെ ഒരു മിക്സ്ചറിന്റെ ഒരു ഇതാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. സോ ആദ്യം തന്നെ ഒരു പാൻ എടുത്തിട്ട് ഫസ്റ്റ് നമുക്ക് നോക്കാം. ലോ ടു മീഡിയം ഇതിലാണ് വെക്കേണ്ടത്. ഇതൊന്ന് ചൂടാവട്ടെ. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ 400 ഗ്രാംസ് കണ്ടൻസ്ഡ് മിൽക്ക് നമുക്ക് ഇടാം. ഇനി നമുക്ക് 400 ഗ്രാംസ് ഓഫ് ക്രീം ചീസ് അത് നമുക്ക് ഇടാം. ഇനി നമുക്ക് ഇതിന്റെ കൂടെ ഒരു എഗ് യോക്ക് അത് മാത്രം നമുക്ക് ഇടാം. ഇനി നമ്മൾക്കൊരു 1 ടീസ്പൂൺ വാനില എസൻസ് ഇടാം. ഇനി ഇത് മിക്സ് ചെയ്യാ until we get a good consistency. നല്ല മണം വരുന്നുണ്ട്. വാനില എസൻസ് ഇടുന്ന കാരണം
ആസ് യു നോ നല്ലൊരു മണമാണ്. അപ്പൊ ഞങ്ങൾ ആക്ച്വലി ഈ ബീറ്റർ വെച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്യാന്ന് കൂടെ വിചാരിച്ചു, എല്ലായിടത്തേക്കും ഒന്ന് എത്താൻ വേണ്ടിയിട്ട്. അപ്പൊ ഇനി നമ്മള് മെൽറ്റ് ചെയ്ത ചോക്ലേറ്റ് നമ്മള് ക്രീം ചീസുമായിട്ട് മിക്സ് ചെയ്യാണ്. ഓക്കെ, ഇവിടെ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ മുന്നേ ഒരു 400 grams ക്രീം ചീസ് വെച്ചിട്ട് ഉണ്ടാക്കിയ ഒരു മിക്സ്ചർ ഉണ്ടായിരുന്നു. അത് കൂടാണ്ട് ഒരു 200 grams ക്രീം ചീസ് വെച്ചിട്ടാണ് ഈ ചോക്ലേറ്റ് നമ്മൾ മിക്സ് ചെയ്യുന്നത്. നമ്മൾ ആക്ച്വലി പോവാൻ പോണത് ഏറ്റവും എന്താ പറയുക ഹാപ്പിയസ്റ്റ് പാർട്ട് ഓഫ് ദ ഡെസേർട്ട് ആണ് അല്ലേ സിദ്ധു? എന്താണ് മിക്സ് ചെയ്യാൻ പോണു. അപ്പൊ അടുത്തതായിട്ട് നമുക്ക് നമ്മൾ മുന്നേ ഉണ്ടാക്കി വെച്ച ആ മിക്സ്ചർ ഇതിലേക്കൊക്കെ എല്ലായിടത്തേക്കും എത്തുന്ന രീതിയിൽ നമുക്കിതൊന്ന് ഒഴിക്കാം. അടുത്തതായിട്ട് നമ്മളുടെ ഈ ചോക്ലേറ്റ് ഇതിന്റെ മുകളിലായിട്ട് നമ്മൾ വെക്കാൻ പോവാണ്. ഡെസേർട്ട് ഈ ഒരു പരുവത്തിൽ ആയിട്ടുണ്ട്. ആൻഡ് നമ്മൾ ഇതിന് റെഫ്രിജറേറ്ററിൽ വെക്കണം അല്ലേ? പിന്നെ എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ചോക്ലേറ്റ് ഡബിൾ ബോയിൽ തന്നെ ചെയ്യണതാണ് കുറച്ചുകൂടി ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും നിങ്ങൾ പറ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന്. നമ്മള് ഇത് ചെയ്തതൊക്കെ കറക്റ്റ്, എന്തോ ഭാഗ്യത്തിന് കറക്റ്റ് ക്വാണ്ടിറ്റി ആയി. അതെ, എന്തായാലും ഇത് നമ്മൾക്ക് ആദ്യം ഫ്രിഡ്ജിൽ വെക്കാം. ആൻഡ് നമുക്ക് എന്നിട്ട് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. നമ്മള് രാവിലെ പ്രിപ്പയർ ചെയ്ത ഡെസേർട്ട് നമ്മള് ഫ്രിഡ്ജിൽ വെച്ചു. 7 hours വെച്ചു. 7.5 hours കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോ ഇവിടെ ഇരിക്കുന്നത്. അപ്പം ഇനിയാണ് മെയിൻ പരിപാടി, ദ മോസ്റ്റ് എക്സൈറ്റിംഗ് പാർട്ട്. അപ്പോ നമുക്ക് കഴിച്ചു നോക്കാം എന്തായിന്ന് നമുക്കൊന്നും വലിയ ധാരണയില്ല. കഴിച്ചു നോക്കണം പരിപാടിയാണ്. അപ്പൊ ഇതാണ് നമ്മുടെ സംഭവം. Let's try and see. Please. ആ ക്രീം ചീസിന്റെ ആ ഒരു ചെറിയ ഉപ്പും എന്ന് വെച്ചാ ആ ചോക്ലേറ്റിന്റെ പ്ലസ് ആ കണ്ടൻസ്ഡ് മിൽക്കിന്റെ ആ ഒരു മധുരവും പിന്നെ ആ ഫ്ലേവറും അതൊക്കെ കൂടെ ചേർന്നൊരു ഇതാണ്. ഇറ്റ്സ് ഗുഡ്. അതെ, അപ്പൊ അങ്ങനെ എന്തായാലും നിങ്ങളും ട്രൈ ചെയ്യ് ഡെസേർട്ട്. നിങ്ങൾക്കും ഇഷ്ടമാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആൻഡ് വൺസ് അഗെയിൻ ഹാപ്പി ഈസ്റ്റർ. എന്തായാലും ഫാമിലി ആയിട്ട് ഒരുമിച്ച് ഫുഡൊക്കെ കുക്ക് ചെയ്ത് അടിച്ചു പൊളിച്ച് നല്ല സൂപ്പർ ഡേ തന്നെ ആവട്ടെ. ഓക്കെ, അപ്പൊ എന്തായാലും ഇഷ്ടമായെങ്കിൽ ഡു ലൈക്ക് ദ വീഡിയോ, കമന്റ് ബിലോ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. Bye.